അൽ ഹെഗ്ര ഇവിടേക്കാണ് പോകുന്നത്. ഇനി ഇവിടെ നിന്ന് അറൗണ്ട് 17 കിലോമീറ്റേഴ്സ് ഉണ്ട്. അതായത് മല തുരന്ന് വീടുകൾ ഉണ്ടാക്കിയിട്ടുള്ള പഴയ കാലത്ത് ആൾക്കാർ താമസിച്ചിരുന്നതിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം എന്തായാലും നമുക്ക് അവിടേക്ക് പോവാം. ട്രാവൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മദ ഇൻ സാല അൽ ഹെഗ്ര. കുറച്ച് വർക്ക്ഷോപ്പുകളും അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഇവിടെ എവിടെ നോക്കിയാലും പാകിസ്ഥാനികളുണ്ട്. ഇവിടെ ആവശ്യം പോലെ പാകിസ്ഥാനികൾ. ഈ ഭാഗത്തെല്ലാം പാകിസ്ഥാൻ. ഞാൻ കൂടുതലും ഇവിടെ വന്നിട്ട് കണ്ടത് പാകിസ്ഥാനികളാണ്. ഇവിടെയും തബൂക്കിലും ഒക്കെ. എനിക്കറിയില്ല, എന്തോ എനിക്ക് തോന്നുന്നത് ഇനി പാകിസ്ഥാനുമായിട്ടൊക്കെ താരതമ്യം ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ആയതുകൊണ്ടായിരിക്കും. പാകിസ്ഥാനിൽ ഇങ്ങനെയൊക്കെ ഈ കുറച്ച് ഹിൽ ഏരിയ ഒക്കെ ഉണ്ടല്ലോ, പാടി, അതുകൊണ്ടാണെന്ന് തോന്നണം. ഇവിടെയൊക്കെ കുറേ പാകിസ്ഥാനികളാണ്. ഇതൊക്കെ ആള് താമസമുള്ള ഏരിയകളല്ല. ഇത് ശരിക്കും വർക്ക്ഷോപ്പും ഫാമും ആണ് കേട്ടോ. ഈ ഫാം ഏരിയ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ പുറമേ മാത്രം, റോഡിന്റെ സൈഡിൽ മാത്രം ഇങ്ങനെ ബിൽഡിങ്ങുകൾ, അല്ലാതെ അകത്തോട്ടൊന്നും വീടൊന്നും കാണുന്നില്ല. ശരിക്കും ഫാം ഏരിയ ആണ്. ഇവിടെ കുറേ വീടുകളുണ്ട് കേട്ടോ. ഇതൊരു ചെറിയ ഗ്രാമപ്രദേശമാണ്. എന്താണെന്ന് സ്ഥലത്തിന്റെ പേര് അറിയില്ല. അവിടെ എങ്ങും എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയാം. മരുഭൂമിയിൽ ഒള്ളി പാറ മാത്രം. അത് സ്റ്റൈലൻ പാറകളാ. ഇവിടെ കുറേ നല്ല വീടുകളുണ്ട്. പഴയ വീടുകളല്ല, എന്നാൽ പുതിയതായിട്ട് രൂപപ്പെട്ട സ്ഥലമാണെന്ന് തോന്നുന്നു ഈ സ്ഥലമൊക്കെ. ഇതെന്താണ്? അൽ ഒത്തൈബ് സെന്റർ. അൽ ഒത്തൈബ് സെന്റർ, അതാണ് ഈ സ്ഥലത്തിന്റെ പേര്. മദേൻ അൽ സലാഹിക്കിൽ പോകുമ്പോൾ ഈ കാണുന്ന ഈ ഒരൊറ്റ ഗ്രാമം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി മുന്നോട്ട് ഗ്രാമം ഉണ്ടാകുന്ന അറിയില്ല. ഞാൻ ഒറ്റ ഗ്രാമം എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് പോവാം. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെയും ക്യാമറ ഉണ്ട് കേട്ടോ. ക്യാമറ ഇല്ലാത്ത ഒരു സ്ഥലങ്ങളും ഇല്ല. ക്യാമറ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. നമ്മൾ അൽ ഹെഗ്രയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും 10 മിനിറ്റ്സ് ആണ് കാണിക്കുന്നത്. എന്തായാലും നമ്മൾ ജുബൈലിൽ നിന്നും ദമാമിൽ നിന്നും ഈ ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റും ഒക്കെയാണ്.
ഇതാണെന്ന് തോന്നുന്നു അൽ ഹെഗ്ര. അവിടെ കുറച്ച് പാർക്കിംഗ് ഒക്കെ കാണുന്നുണ്ട്, അതായിരിക്കാനാണ് സാധ്യത. അതായത് നല്ല അൽ ഹെഗ്രയിലേക്ക് നമുക്ക് പോവാം. ഇവിടെ കയറ്റി വിടുമെന്നുള്ള കാര്യം അറിയില്ല. ഞാൻ ഇപ്പോൾ മദ ഇൻ സാലിഹിനകത്തെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വണ്ടിയെല്ലാം ഞങ്ങൾ പാർക്ക് ചെയ്തു. ഈ കാണുന്നത് എൻ്റെ പുറകിൽ കാണുന്നതാണ് പാർക്കിങ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ സൗദി ഗവൺമെൻറ്റിൻ്റെ വാഹനത്തിനാണ് അകത്തേക്ക് പോവുക കേട്ടോ. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് കേട്ടോ, ഈ കാണുന്ന പാർക്കിങ്. അതുപോലെ ആ കാണുന്ന വാഹനത്തിലാണ് നമ്മൾ പോവുക. അതുപോലെ ഇവിടെയും 4 വീൽ ഡ്രൈവ് വാഹനങ്ങളുണ്ട്. അതിലാണോ ഇതിലാണോ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഈ കാണുന്ന इसके अंदर ये गाड़ी में लेके जाएंगे कि वो गाड़ी में? ഈ കാണുന്ന 4 വീൽ ഡ്രൈവ് വാഹനത്തിലാണ് നമ്മൾ ഇതിലാണ് നമ്മൾ പോവുക കേട്ടോ. ഈ അന്തർ ജാ സക്താണ് നമ്മൾ ഈ കാണുന്ന വാഹനത്തിലാണ് പോവുക കേട്ടോ. ഈ 4 വീൽ ഡ്രൈവ് വാഹനത്തിലാണ്. ഒരു വണ്ടിയിൽ എനിക്ക് തോന്നുന്നത് 5-6 പേരെയും കണ്ടേ കൊണ്ടുപോകുള്ളൂ. ഇത്രയും വണ്ടികളുണ്ട്. ഇവിടുന്ന് ഒരു ട്രിപ്പ് പോകുന്നത് 4 മണിക്ക്, പിന്നെ അത് കഴിഞ്ഞ് 4:30, പിന്നെ 5:30. 3 ട്രിപ്പുകൾ മാത്രമേ അകത്തേക്ക് പോകുള്ളൂ. അപ്പം നേരത്തെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. 5:30 വരെ അകത്തേക്ക് കയറ്റി വിടുള്ളൂ. പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എന്ന് പറഞ്ഞാൽ 2 hours വിസിറ്റിംഗ് ആണ് അകത്ത്. ഇപ്പോൾ ഈ കാണുന്ന പാറകളും അതിനകത്തുണ്ടായിരുന്ന വീടുകളും അതൊക്കെ കാണാനാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇതിനകത്തൊരു ഹിസ്റ്ററി ഉണ്ട്, അതിപ്പം ഞാൻ എന്തായാലും പറഞ്ഞു തരാം. ഇവിടെ ഒരു ലേഡി നേരത്തെ താമസിച്ചിരുന്നു. ആ ലേഡിയുടെ പൂർണ്ണമായ രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിലാണ് നമ്മൾ. ഈ ഓഫീസിൽ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് ഓൺലൈനിലും എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്നും എടുക്കാം. ഒരാളിന് 95 റിയലാണ് ടിക്കറ്റ് ചാർജ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജില്ല. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 18 വയസ്സ് വരെ 35 റിയാലാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കുന്ന അതിൻ്റെ സെറ്റപ്പൊക്കെ കാണാം. ഇവിടെ ഒരു കോഫി ഷോപ്പും കുറച്ചൊരു സീറ്റ്സും ഒക്കെ ഉണ്ട്, ഇവിടെ ഇരിക്കാൻ ആൾക്കാർക്ക് ഇരിക്കാം. ഇത് യുനെസ്കോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വൺ ഓഫ് ദ ആർക്കിയോളജിക്കൽ സൈറ്റാണ് കേട്ടോ. ഹെഗ വെൽക്കം സെൻറ്റർ. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, ഇവിടെ ഓഫീസ്. ഇതൊരു ചെറിയൊരു ഹെഗയുടെ വിസിറ്റിംഗ് സെൻറ്റർ, ഹോസ്പിറ്റാലിറ്റി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു റിസപ്ഷനാണ്. നമുക്ക് റിസപ്ഷനുള്ളിലേക്ക് പോവാം. ഇതൊരു കോഫി ഷോപ്പാണ്. അതുപോലെ ഒരു ചെറിയൊരു വേറൊരു ഷോപ്പുണ്ട്. നമുക്ക് അവിടുന്ന് ഇവിടുത്തെ ബുക്സും അതും ഇതുമൊക്കെ വാങ്ങാം. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. कैसे है भाई? अच्छा ठीक है. आपका नाम? मेरा नाम अबुल कलाम. अच्छा अच्छा, आप इधर ही काम करते हैं? अच्छा अच्छा, कहाँ से आप? बांग्लादेश से. ओके. ये भाई साहब इधर ही काम करता है. ഇപ്പോൾ ഇവിടെ കോഡുണ്ട്. ഈ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. ഇതാണ് QR കോഡ്. ഇതിനകത്തേക്കാണ് നമ്മൾ ഓഫീസ്. ഈ ഓഫീസിൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്ത് ഇവിടെ 95 റിയാലാണ് ഒരു ടിക്കറ്റിൻ്റെ ചാർജ് കേട്ടോ. ഇവിടെ ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽസ് ബുക്കൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ വാട്സപ്പ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടും. ഇവിടെ സഞ്ചരിക്കാനുള്ള എല്ലാ ലൊക്കേഷനും കിട്ടും. ഈ കാണുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഈ പിക്ചറിൽ കാണുന്ന ഭാഗം ഇതൊക്കെ നേരത്തെ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയതാണ്. ഇവിടെ ആൾവാസം ഉണ്ടായിരുന്നു, നേരത്തെ ജനവാസമുള്ള സ്ഥലമായിരുന്നു. ഇവിടെ അവസാനമായിട്ട് വസിച്ചിരുന്ന ഒരു ലേഡിയുടെ സ്കള്ളൊക്കെ എടുത്ത് അതിൻ്റെ അവരെ ടീത്തൊക്കെ പരിശോധിച്ച് അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് ഇവരെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഇവിടെ ഒരു ഷോപ്പുണ്ട്, ഇത് കാണുന്നുണ്ടല്ലേ. ഈ ഒരു ഷോപ്പിൽ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ഇത് ഈ കാണുന്നതാണ് ഷോപ്പ്. നമ്മളൊരു ഫ്രണ്ട് ഇവിടെ ഇരിപ്പുണ്ട് ക്യാഷ്യറായിട്ട്. പുള്ളി ഇതിൻ്റെ ഹായ് ഹായ് പറയും.
You are from Philippines. Philippines, yes. What's your name? Dito. Lito. Okay, Lito. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ മ്യൂസിയം കാണാം. നമ്മൾ മ്യൂസിയത്തിനകത്തേക്ക് പോവുകയാണ്. ഇവിടെ ഒരു പുള്ളിയുടെ സ്കള്ള് കിട്ടി. ആ സ്കള്ളിൽ നിന്നാണ് ഒരു അവരുടെ പൂർണ്ണമായ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പറയുന്ന ഹീനത്ത് എന്ന് പറയുന്ന ലേഡിയാണ് ഇവിടെ അവസാനമായിട്ട് ജീവിച്ചിരുന്നത് അകത്ത്. അവർ അറൗണ്ട് ഒരു 40 വയസ്സുള്ളപ്പോൾ അവർ മരിച്ചുപോയി കേട്ടോ. പിന്നെ അവരെ ശരിക്കും ഒറിജിനാലിറ്റി അവരിവിടെ അവരുടെ സ്കള്ളൊക്കെ എടുത്തിട്ട് നല്ലതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അവരെ മേക്ക് ചെയ്യുന്നത്, അവരുടെ സ്റ്റാച്യു മേക്ക് ചെയ്യുന്നത് ഇവിടെ പൂർണ്ണമായിട്ടൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഹീനത്ത് എന്ന് പറയുന്ന ലേഡിയെ കാണാം. അവരുടെ ഒറിജിനാലിറ്റി ഇവിടെ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹീനത്ത് എന്ന് പറയുന്ന ലേഡി. ഈ ലേഡിയാണ് അകത്ത് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന റോക്കിൽ അവർ താമസിച്ചിരുന്നത് കേട്ടോ. അവരൊരു ചെറിയൊരു ഇൻട്രഡക്ഷൻ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഹീനത്ത് എന്ന് പറയുന്ന ആ ലേഡി ഓവർ 40 years ഓൾഡായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ മരിച്ചു. അതിനെക്കുറിച്ചൊക്കെ അത് വിശദമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വായിച്ച് പറയേണ്ട കാര്യമല്ല, എല്ലാവർക്കും നമുക്ക് വായിച്ച് നോക്കാമെന്നാണ്. അതിനനുസരിച്ച് ഞാൻ ഫോക്കസ് ചെയ്തൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ ഹീനത്ത് എന്ന് പറയുന്ന ലേഡി മരിച്ചിട്ട് 2000 വർഷം അവർ തോമ്പിനകത്ത് അവരുടെ ബോഡി കിടന്നു. പിന്നെ സ്കള്ളും ബോഡി പാർട്സും ഒക്കെയാണ് അവർക്ക് കിട്ടിയത്. പിന്നെ അതിൽ നിന്നാണ് ഇവർ ഈ ലേഡിയെ രൂപം ഫേസ് അതായത് വീണ്ടും റീമേക്ക് ചെയ്തത് കേട്ടോ.
ഇത് റീമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീം തന്നെ പ്രവർത്തിച്ചു. അത് എവിടുത്തെ ആൾക്കാരാണെന്ന് ഇതിനകത്ത് എഴുതിയിട്ടില്ല. ആർക്കിയോളജിക്കൽ ടീമെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഏത് രാജ്യത്തുകാരാണെന്നൊന്നും എഴുതിയിട്ടില്ല. അത് ചിലപ്പം അവർ കൊടുക്കില്ലായിരിക്കും എന്ന് പറഞ്ഞ് വേറെ ഏതെങ്കിലും രാജ്യത്തുണ്ടാക്കിയതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചിലപ്പം ഒരു ഇതല്ലേ. അത് കാരണം അതിൻ്റെ ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടില്ല. പക്ഷേ ആർക്കിയോളജിക്കൽ ടീം ഉണ്ടാക്കിയെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പല രീതിയിൽ മോഡലുകൾ ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഫൈനലി അവർ കമ്പ്യൂട്ടറിൽ കൂടി സെറ്റ് ചെയ്തതെടുത്ത് ഇടങ്ങരുത് കേട്ടോ. എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാം. ഹീനത്ത് എന്ന് പറയുന്ന ലേഡിയുടെ സ്കള് വെച്ചിട്ട് അവർ മേക്ക് ഓവർ ചെയ്തത്. അതിൻ്റെ ഒരു ആർക്കിയോളജിക്കൽ ടീമാണ് ഇവിടെ കമ്പ്യൂട്ടർ വഴി ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്, അല്ലാതെ ഒറിജിനലല്ല. അവർ കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്തെടുത്തു. അതിനൊരു ഷോർട്ട് ഡോക്യുമെൻ്ററിയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഫുള്ളായിട്ടൊക്കെ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ എടുത്തിട്ടുണ്ടാകും ഇത് റീമേക്ക് ചെയ്യാൻ. ഒറിജിനൽ തോറ്റു പോകുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇത് തോമ്പിൽ കിട്ടിയ ആ കമ്മലാണ്, അതിൻ്റെ അതേ മോഡലാണ് ഇവരിവിടെ ആ ലേഡിക്ക് ഇയർ റിങ്ങായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഒറിജിനൽ കാണാം. ഇവിടെ മേക്ക് ഓവർ ചെയ്തിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതാണ് ഒറിജിനൽ കേട്ടോ. ആ സ്കളിൽ നിന്ന് അവരുണ്ടാക്കിയ ഒറിജിനലാണ്. എത്രമാത്രം ബുദ്ധിമുട്ടി, എന്തുമാത്രം വർക്ക് ചെയ്തിട്ടാണ് അവരിത് ഒറിജിനലി ഉണ്ടാക്കിയെടുത്തത്. ഇതായിരിക്കും അവരുടെ ആ സ്കളിൻ്റെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടിയ ഒരു രൂപമാണ് ഇവിടെ കാണുന്നത്. ഇതായിരിക്കും എന്നാണ് പറയുന്നത് ഒറിജിനലി. അത് തോന്നുന്നുണ്ട് കേട്ടോ, ഒരു ഒറിജിനൽ ലേഡി ഇരിക്കുന്നത് പോലെയാണ് അവരുടെ ഫേസൊക്കെ കറക്റ്റ്.